ലോക്സഭാ കവാടത്തിൽ വെച്ച് റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചതിയൻ എന്ന് വിളിച്ചത് ബിജെപിക്ക് പുതിയൊരു പിടിവള്ളിയായിരിക്കുന്നു. കോൺഗ്രസിലുണ്ടായിരുന്ന ബിട്ടു ഇപ്പോൾ ബിജെപിയിലാണ്. 8 എംപിമാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ലോക്സഭാ കവാടത്തിൽ ഇന്നലെ ആരംഭിച്ച സത്യഗ്രഹത്തിനിടെയാണ് അതുവഴി കടന്നുപോയ ബിട്ടുവുമായി രാഹുൽ ഗാന്ധി കൊമ്പുകോർത്തത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ സജീവമായ ശേഷം ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് രവനീത് സിംഗ് ബിട്ടു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാന്ത് സിംഗിന്റെ ചെറുമകനാണ്. ലുധിയാനയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ 2 തവണ ലോക്സഭാംഗമായ ബിട്ടു പക്ഷേ 2024-ൽ ബിജെപിയിൽ ചേർന്നു. തുടർന്ന് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാണ് മോദി മന്ത്രിസഭയിൽ അംഗമായത്. ഇന്നലെ കവാടത്തിൽ പ്രതിഷേധത്തിന് രാഹുൽ നേതൃത്വം കൊടുക്കുന്നതിനിടെ ബിട്ടു അതുവഴി അകത്തേക്ക് പോവുകയായിരുന്നു. ബിട്ടുവിനെ കണ്ടതും രാഹുൽ ഹസ്തദാനം നൽകാൻ ശ്രമിച്ചു. ബിട്ടു കൈകൊടുത്തില്ല, പകരം കൈ ചൂണ്ടുകയായിരുന്നു. തുടർന്ന് വശത്തുകൂടെ അകത്തേക്ക് പോയ ബിട്ടുവിനെ രാഹുൽ ചതിയൻ എന്ന് വിളിക്കുകയായിരുന്നു. ബിട്ടു തിരിച്ച് രാഹുലിനെ രാജ്യദ്രോഹി എന്നും വിളിച്ചു. ബിട്ടുവിനെ രാഹുൽ ചതിയൻ എന്ന് വിളിച്ചതിനെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധത്തിനുള്ള ആയുധമാക്കി മാറ്റും ഭരണപക്ഷം എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. സിഖ് സമുദായത്തെ അപമാനിച്ചു എന്ന് വരുത്താനാണ് അവരുടെ ശ്രമം. 1984-ൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപം കോൺഗ്രസിനെ തിരിച്ചടിച്ചതുപോലെ ആക്കിത്തീർക്കാനാണ് ബിജെപിയുടെ ശ്രമം.